I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Movatupuzha. Today, I am going to discuss about what you mean by loss of profit policy and a practical problem regarding loss of profit policy. And this is my 9th lecture video regarding the topic insurance claim. And through this video, I am going to discuss about the procedure of computation of loss of profit policy and a practical problem related to loss of profit policy. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോ ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളുമൊക്കെ എന്താ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെയും ആ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. A loss of profit policy is a policy attached to the fire insurance policy where the insured will be compensated also for loss in profit due to interruption in business activities due to fire in addition to loss of stock. അതായത് തീപിടുത്തമുണ്ടായി ഒരു കമ്പനി കുറച്ച് നാൾ അടച്ചുപൂട്ടിയിടേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആ ടൈം പീരീഡിൽ അവർക്കുണ്ടാകുന്ന പ്രോഫിറ്റിനുണ്ടാകുന്ന ആ ഒരു നഷ്ടം അത് കോമ്പൻസേറ്റ് ചെയ്ത് തരുന്ന ഒരു പോളിസിയാണ് ഏത്, ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. തീപിടുത്തമുണ്ടായി ഒരു കമ്പനി കുറച്ച് നാൾ അടച്ചുപൂട്ടിയിടുന്നു, അങ്ങനെ ഇട്ടില്ലായിരുന്നുവെങ്കിൽ ആ ടൈം പീരീഡിൽ എന്ത് കിട്ടിയേനെ, പ്രോഫിറ്റ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ ഇട്ടതുകൊണ്ട് ആ ഉണ്ടായ നഷ്ടം നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പോളിസിയാണ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻഡംനിറ്റി പീരീഡ് ആണ്. എന്താണ് ഇൻഡംനിറ്റി പീരീഡ് എന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. തീപിടുത്തം ഉണ്ടായത് കൊണ്ട് കമ്പനി കുറച്ച് നാൾ അടച്ചു പൂട്ടിയിടേണ്ടതായിട്ട് വരും. ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നതാണ് ഇൻഡംനിറ്റി പീരീഡ്. ഓക്കെ, അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ 4 months എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് തലേ വർഷത്തെ പ്രോഫിറ്റും തലേ വർഷത്തെ സെയിൽസും ഒക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തീപിടുത്തം ഉണ്ടാകുന്നതിന് മുന്നിലത്തെ വർഷത്തെ പ്രോഫിറ്റും സെയിൽസും ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷ്വേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. തൊട്ട് മുമ്പത്തെ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ക്വസ്റ്റ്യനിൽ ഇൻഷ്വേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് എന്ന് പറഞ്ഞൊരു ഫിഗർ ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഷ്വേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അത് ബൈ ആ വർഷത്തെ സെയിൽസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഷോർട്ട് സെയിൽ കണ്ടെത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് സെയിലാണ്. എന്താണ് ഷോർട്ട് സെയിൽ? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ മൈനസ് ആക്ച്വൽ ടേൺ ഓവർ. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, തീപിടുത്തമുണ്ടായി നമ്മൾ ഈ വർഷം ഒരു 4 മാസം അടച്ചുപൂട്ടി ഇടുകയാണെങ്കിൽ ഇതിന് തുല്യമായി തലേ വർഷത്തെ ആ 4 മാസത്തെ സെയിൽസ് എന്താണോ അതാണ് എന്ത്, സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. ഈ വർഷം 4 മാസം അടച്ചുപൂട്ടിയിട്ടു, അതിന് തുല്യമായി കഴിഞ്ഞ വർഷം ഇതേ 4 മാസത്തെ സെയിൽസ് എന്താണോ അതാണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. അതിൽ നിന്നും ഈ വർഷം അടച്ചുപൂട്ടി ഇട്ടെങ്കിലും നമ്മൾ പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ പല കടയിലും സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടായിരുന്നിരിക്കാം, അതൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത്തരത്തിൽ കിട്ടിയ ആ ഒരു സെയിൽസ് ആണ് ഏത്, ആക്ച്വൽ ടേൺ ഓവർ. അപ്പം സ്റ്റാൻഡേർഡ് ടേൺ ഓവറും ആക്ച്വൽ ടേൺ ഓവറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷോർട്ട് സെയിൽ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽ. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഷോർട്ട് സെയിലും കണ്ടുപിടിച്ചു. അപ്പോൾ ആ കിട്ടിയ ഷോർട്ട് സെയിൽ ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽ കിട്ടും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻറ്റു രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ അടുത്തതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് അലോവബിൾ എക്സ്പെൻസസ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താഴെ 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ ചെറിയ ഫിഗർ അത് വേണം അലോവബിൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കാനായിട്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും ഈ 3 ഫിഗറും. ഉണ്ടെങ്കിൽ 3 വെച്ചെടുക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതിയാകും. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അഡീഷണൽ എക്സ്പെൻസസ് ഓർ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻസ്, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും കേട്ടോ.
Then additional expense into gross profit on adjusted turnover divided by gross profit on adjusted turnover minus uninsured standing charges. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ബോധേഡ് ആവണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ അതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ വരുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് ഓർക്കുക. അഡീഷണൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഈ 3 എണ്ണത്തിൽ ചെറുത് വേണം നമ്മൾ എടുക്കാൻ. 3 ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഏതെങ്കിലും ഒന്നേ തന്നിട്ടുള്ളൂവെങ്കിൽ അത് മാത്രം മതിയാകും. ദെൻ അടുത്ത പ്രൊസീജിയറാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് ക്ലെയിം. നെറ്റ് ക്ലെയിം കണ്ടുപിടിക്കണമെങ്കിൽ ലോസ് ഓഫ് പ്രോഫിറ്റ്, അതായത് നമ്മൾ ആ ഷോർട്ട് സെയിൽ ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിച്ച ആ ഫിഗറിൻ്റെ കൂടെ അഡീഷണൽ എക്സ്പെൻസ് 5ാമത്തെ പ്രൊസീജിയറിൽ കണ്ടുപിടിച്ച ആ ഫിഗർ കൂട്ടണം. ദെൻ സേവിങ്സ് ഇൻ ഇൻഷുവേർഡ് ചാർജസ് എന്നും പറഞ്ഞ ക്വസ്റ്റ്യനിൽ വല്ല എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, നെറ്റ് ക്ലെയിം. ഓക്കെ, ദെൻ ഏറ്റവും ഒടുവിൽ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ആ ഒരു പ്രൊസീജിയർ. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓൺ 1/11/2017 a severe fire broke out in the premises of B Limited and the indemnity period is lasted for 4 months. ക്വസ്റ്റ്യനിൽ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ ഡേറ്റ് എന്ന് പറയുന്നത് 1 നവംബർ 2017 4 മാസമാണ് ഇൻഡെംനിറ്റി പീരീഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതൽ എന്ന് വരെ, നവംബർ മുതൽ ഫെബ്രുവരി വരെ അല്ലേ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയാണ്. ദെൻ ഈ ഇൻഡെംനിറ്റി പീരീഡിൻ്റെ സമയത്ത് കമ്പനിക്ക് ആകെ കൂടി എത്ര രൂപയുടെ സെയിൽസാണ് നടന്നേക്കുന്നത്, അതാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, which sales of the company were reduced to rupees 2 lakh only. അപ്പം ഇൻഡെംനിറ്റി പീരീഡ്, അതായത് തീപിടുത്തം ഉണ്ടായ സമയത്തും കമ്പനിയുടെ പല സാധനങ്ങളും പല കടകളിലും സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടായിരിക്കാം. അത് വിറ്റ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 4 മാസത്തിൽ 2 ലക്ഷം രൂപ കമ്പനിക്ക് സെയിൽസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ദ കമ്പനി ക്ലോസസ് ഇറ്റ്സ് അക്കൗണ്ട് ഓൺ 30th ജൂൺ എവറി ഇയർ. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജൂലൈ മുതൽ ജൂൺ വരെയാണ്. അപ്പം ജൂണിൽ അവർ കമ്പനി ക്ലോസ് ചെയ്യുന്നു. ആ കമ്പനി ക്ലോസ് ചെയ്യുന്ന അന്നത്തെ P&L അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയായിരിക്കും, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ്, ഇൻഷുവേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി അവർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. അവിടെ നോക്കുക, സെയിൽസ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, ദെൻ പർച്ചേസസ് ഉണ്ട്, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ഉണ്ട്, വേരിയബിൾ എക്സ്പെൻസ് ഉണ്ട്, ഇൻഷുവേർഡ് സ്റ്റാൻഡിംഗ് ചാർജസും അവർ തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി താഴത്തെ പാരഗ്രാഫ് നോക്കുക. ദ കമ്പനി ടുക്ക് എ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ഫോർ എ സം ഓഫ് ₹6 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പം പോളിസി വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, കമ്പനിയിൽ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ആവറേജ് ക്ലോസ് ബാധകമാണ്, അണ്ടർ ഇൻഷുറൻസിൻ്റെ ഒരു പോളിസിയാണെന്ന് ഊഹിക്കുക. ദെൻ ദ സെയിൽസ് ഓഫ് ദി കമ്പനി ഫോർ ദി 12 month എൻഡിങ് ദ ഡേറ്റ് ഓഫ് ഫയർ വെയർ 50 lakhs. തൊട്ട് തലേവർഷത്തെ ആ ഒരു സെയിൽസ് എന്ന് പറയുന്നത് അല്ലെ, ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. സെയിൽസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ 12 month ബിഫോർ ദ ഡേറ്റ് ഓഫ് ഫയർ എന്ന് പറയുന്നതാണ് ആനുവൽ ടേൺ ഓവർ. അത് 50 ലക്ഷം രൂപയാണ്. ആൻഡ് ഫോർ ദി 4 month ഫ്രം 1/11/2016 ടു 28/2/2017, അതായത് ഈ വർഷം തീപിടുത്തമുണ്ടായ വർഷത്തിന് തുല്യമായ തലേ വർഷത്തെ സെയിൽസ് അല്ലേ, അന്ന് പറയുന്നത് ഏതാണ്, സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ആണ്. അത് 15 ലക്ഷമാണ് തന്നിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കുക. ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് സെയിൽസ് ഫോർ ദി ഫസ്റ്റ് 4 month ഓഫ് ഇയർ അണ്ടർ ഇൻഡെംനിറ്റി വെയർ 20% ഹയർ ദാൻ പ്രീവിയസ് ഇയർ. ഈ കമ്പനിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ കമ്പനി വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ വർഷം 20% പ്രോഫിറ്റിൽ വർധന അവർ പ്രതീക്ഷിച്ചിരുന്നു. സൊല്യൂഷനിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻഡെംനിറ്റി പീരീഡ് ആണ്. ക്വസ്റ്റ്യനിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 4 month എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തീപിടുത്തം ഉണ്ടായേക്കുന്നത് 1 നവംബർ 2017 അപ്പോൾ 4 month എന്ന് പറയുമ്പോഴത്തേക്കും 28/2/2018 വരെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 4 മാസം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏത് നെറ്റ് പ്രോഫിറ്റ് എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് അതാണ് നമ്മൾ എടുക്കേണ്ടത്, പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ്, എല്ലാം തലേ വർഷത്തെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 3,50,000
പ്ലസ് 3,62,000 ഡിവൈഡഡ് ബൈ ആ വർഷത്തെ സെയിൽസ് 47,50,000 ഇൻറ്റു 100 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 15% ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിലാണ്. ഷോർട്ട് സെയിൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിലൊരു പ്രൊസീജിയർ പഠിച്ചിരുന്നു. സെയിൽസ് ഡ്യൂറിങ് ഇൻഡെമിനിറ്റി പീരീഡ്, അതായത് ഈ വർഷം തീപിടുത്തമുണ്ടായ ഈ സമയത്തിന് തുല്യമായ കഴിഞ്ഞ വർഷത്തെ സെയിൽസ്, അതാണ് അവിടെ എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ടേൺ ഓവറാണ് എടുക്കേണ്ടത്. ഓക്കെ, തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നവംബർ 2017 തലേ വർഷത്തെ 16 വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് 15 ലക്ഷമാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. കൂടാതെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് 20% വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 15 ലക്ഷത്തിൻ്റെ 20%, 15 ലക്ഷം ഇൻറ്റു 20/100 എന്ന് പറയുന്നതാണ് 3 lakhs. അത് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് സെയിൽസ്. ദെൻ അതിൽ നിന്ന് നമ്മുടെ ഈ ഇൻഡെമിനിറ്റി പീരീഡ്, അതായത് തീപിടുത്തമുണ്ടായ ഈ വർഷത്തെ ആക്ച്വൽ സെയിൽസ് എത്രയാണോ അത് കുറയ്ക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കിട്ടിയ സെയിൽസിൻ്റെ കൂടെ എന്തെങ്കിലും ഇൻക്രീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുമ്പോൾ അഡ്ജസ്റ്റഡ് സെയിൽസ് കിട്ടും. അതിൽ നിന്നും ഈ വർഷത്തെ ആക്ച്വൽ സെയിൽസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഷോർട്ട് സെയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രൊസീജിയറായ ഷോർട്ട് സെയിലും കണ്ടുപിടിച്ചു. ഇനിയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽ. മൂന്നാമത് കണ്ടുപിടിച്ചതും രണ്ടാമത് കണ്ടുപിടിച്ചതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൂന്നാമത് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഷോർട്ട് സെയിൽ 16 ലക്ഷം ഇൻറ്റു രണ്ടാമത് കണ്ടുപിടിച്ചത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 15/100 അല്ലേ, 15%. അപ്പം 2,40,000 എന്ന് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ക്വസ്റ്റ്യനിൽ അഞ്ചാമത്തെ സ്റ്റെപ്പിന് ആവശ്യമായ ഡേറ്റ ഒന്നും തന്നിട്ടില്ല. അഡീഷണൽ എക്സ്പെൻസ് എത്രയാണ് എന്നൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് നെറ്റ് ക്ലെയിമിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം. നെറ്റ് ക്ലെയിം കണ്ടുപിടിക്കാനായിട്ട് ലോസ് ഓഫ് പ്രോഫിറ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽ, അതാണല്ലോ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതിൻ്റെ കൂടെ അഡീഷണൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കൂട്ടണമായിരുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കേണ്ട കാര്യമില്ല. ലെസ് സേവിങ്സ് ഇൻ ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്, അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽ തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് കാൽക്കുലേഷൻ ഓഫ് അഡ്മിസിബിൾ ക്ലെയിം ആണ്. നിങ്ങൾ ആ മുകളിലെ സാധനം നോക്കുന്നതിന് മുന്നേ അഡ്മിസിബിൾ ക്ലെയിമിൻ്റെ ഫോർമുല ഒന്ന് നോക്കുക. നെറ്റ് ക്ലെയിം ഇൻറ്റു പോളിസി വാല്യൂ ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിങ് 12 months എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. എങ്ങനെ കണ്ടുപിടിക്കും? അഡ്ജസ്റ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് കാണാനായിട്ട് നമ്മുടെ ആനുവൽ ടേൺ ഓവർ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 12 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ 20% ഇൻക്രീസ് ആണ് ഓരോ വർഷവും പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പം 50 ലക്ഷത്തിൻ്റെ 20% കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 50 ലക്ഷം പ്ലസ് 20% ഓഫ് 50 lakhs എന്ന് പറയുമ്പോൾ എത്ര വരും? 1 lakh കൂടെ വരും. അപ്പോൾ മൊത്തം 60 ലക്ഷം വരും. 60 ലക്ഷം ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 15/100. ഓക്കെ, അഡ്ജസ്റ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലേ വർഷത്തെ ആനുവൽ ടേൺ ഓവറിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇൻക്രീസ് പെർസെൻറ്റേജ് കൂട്ടി കിട്ടുന്നത് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പം 9 ലക്ഷം എന്ന് നമുക്ക് കിട്ടും. ദെൻ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. നെറ്റ് ക്ലെയിം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 2,40,000 ഇൻറ്റു പോളിസി വാല്യൂ ക്വസ്റ്റ്യനിൽ 6 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 9 lakh 1,60,000. ഇതാണ് നമുക്ക് എത്ര രൂപ നമുക്ക് തരുവുള്ളൂ? കമ്പനിക്ക് നഷ്ടമുണ്ടായിട്ട് 1,60,60,000 രൂപയെ നമുക്ക് തരുവുള്ളൂ. കാരണം അണ്ടർ ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെയും പറയുകയാണ്. നമ്മൾ ആദ്യം ഇൻഡെമിനിറ്റി പീരീഡ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിച്ചു. ഷോർട്ട് സെയിൽ കണ്ടുപിടിച്ചു. ഷോർട്ട് സെയിൽ ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ചെയ്തു. അതിനുശേഷം എന്ത് കണ്ടുപിടിച്ചു? അഡ്മിസിബിൾ എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നെറ്റ് ക്ലെയിമിലേക്ക് നേരിട്ട് വരാൻ പറ്റി. ദെൻ അഡ്മിസിബിൾ ക്ലെയിം ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി, എന്താണ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി വഴിയുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.